നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ കോച്ചായി വരുമോ? ചോദ്യം സെസ്ക് ഫാബ്രിഗസിനോടാണ്. ഫാബ്രിഗസ് ഇപ്പോൾ കോമോയുടെ കോച്ചാണ്. പക്ഷേ ബാഴ്സലോണ വളർന്ന് ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ച് അങ്ങനെയുള്ള ഒരാളാണ്. വളരെ ചെറിയ പ്രായവുമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഭാവിയിൽ നിങ്ങൾ FC ബാഴ്സലോണയുടെ കോച്ചായിട്ട് വരുമോ? അങ്ങനെയുണ്ടല്ലോ പല ബാഴ്സ മുൻ താരങ്ങളും. ഏറ്റവും ഒടുവിൽ ചാവി ഹെർണാണ്ടസ് അടക്കം അവിടെ കോച്ചായി വന്നതാണ്. എന്തുകൊണ്ട് ഫാബ്രിഗസിന് വന്നുകൂടാ? കോമോ വേഴ്സസ് FC ബാഴ്സലോണ ജോൻ ഗ്യാമ്പർ ട്രോഫി മത്സരത്തിന് ശേഷമാണ് ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്ന മറുപടി നോക്കുക. അദ്ദേഹം പറയുന്നു, റോഡ് ഒരുപാട് ലോങ്ങാണ്, ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുമുണ്ടല്ലോ. എനിക്ക് 38 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ 2 വർഷം മുമ്പ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നതുമാണ്. സോ ഞാൻ ഇനിയും സമയമുണ്ട്, ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ 38 വയസ്സേ ഉള്ളൂ. ഭാവിയിൽ ഒരു പക്ഷേ ബാഴ്സയുടെ കോച്ചായിട്ട് വന്നാൽ സെസ്ക് ഫാബ്രിഗസ് എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെ വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ അദ്ദേഹം നിലവിലെ ബാഴ്സലോണ കോച്ച് അൻസി ഫ്ലിക്കിനെ നന്നായിട്ട് പ്രൈസ് ചെയ്യുന്നുണ്ട്. കളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണോ അൻസി ഫ്ലിക്ക് ടീമിൻ്റെ ഡിഫെൻസീവായിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്തത് അത് വളരെ ഇന്നോവേറ്റീവായിട്ടും വളരെ ഇൻട്രസ്റ്റിങ്ങുമായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നതിൽ തീർച്ചയായിട്ടും എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എന്ന് കളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അൻസി ഫ്ലിക്കുമായിട്ട് എനിക്ക് സംസാരിക്കണം, എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. ബാഴ്സ മോഡേൺ ഫുട്ബോളാണ് കളിക്കുന്നത്, ബാഴ്സ പ്ലേ മോഡേൺ ഫുട്ബോൾ, ഹിസ് ഓഫ് സൈഡ് ട്രാപ്പ് ഈസ് ഇൻക്രെഡിബിൾ എന്നുകൂടി അൻസി ഫ്ലിക്കിനെ പുകഴ്ത്തിക്കൊണ്ട് സെസ്ക് ഫാബ്രിഗസ് പറഞ്ഞിരുന്നു. എന്തായാലും ഭാവിയിൽ ഫാബ്രിഗസ് ബാഴ്സലോണയുടെ കോച്ചായിട്ട് മടങ്ങിയെത്തുമെന്നുള്ളൊരു ചോദ്യമാണ്. അദ്ദേഹം അതിനെ എതിർത്ത് ഇല്ല എന്നൊന്നും പറയുന്നില്ല. സാധ്യതകൾ അവിടെ തുറന്നിടുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.